നമ്മുടെ മാധ്യമങ്ങളിൽ നിലമ്പൂരും മഴക്കെടുതികളും മറ്റു വാർത്തകളുമൊക്കെ നിറഞ്ഞു നിൽക്കുകയാണ്. തീർച്ചയായും വളരെ പ്രധാനപ്പെട്ട വാർത്തകൾ തന്നെയാണ് അവ. എന്നാൽ ദേശീയ തലത്തിൽ ശ്രദ്ധിക്കേണ്ട ചില വാർത്തകൾ എങ്കിലും അവഗണിക്കപ്പെട്ടു പോകുന്നുണ്ട് എന്ന് തോന്നുന്നു. അത്തരമൊരു വാർത്തയെക്കുറിച്ച് സൂചിപ്പിക്കാനാണ് ഞാൻ വന്നത്. ബീഹാറിൽ മുസഫർപൂരിൽ ഒരു ദലിത് പെൺകുട്ടി 9 വയസ്സെന്നും പറയുന്നു, 11 വയസ്സെന്നും പറയുന്നു, റേപ്പ് ചെയ്യപ്പെട്ട് ആശുപത്രിയിലെത്തി ചികിത്സ കിട്ടാതെ മരിച്ച ഒരു സംഭവം ഈ ദിനങ്ങളിൽ ഉണ്ടായി. അത് അവിടുത്തെ രാഷ്ട്രീയത്തെ ഇളക്കിമറിക്കുകയാണ്. നമുക്ക് അത്തരമൊരു സംഭവം കേരളത്തിലോ അല്ലെങ്കിൽ നമ്മുടെ സമീപ സംസ്ഥാനങ്ങളിലോ ഉണ്ടായാൽ നമുക്ക് തോന്നാവുന്ന ഒരു വികാരം ബീഹാറിൽ സംഭവിച്ചാൽ തോന്നുന്നില്ല എന്ന് ഒരു സാഹചര്യമുണ്ടോ? എന്നാൽ ബീഹാർ യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങളുടെ വളരെയധികം പരിക്കുകൾ അനുഭവിക്കുന്ന ഒരു സംസ്ഥാനമാണ്. സാമൂഹിക നീതിയും അതുപോലുള്ള മറ്റു വാഗ്ദാനങ്ങളും നൽകിക്കൊണ്ട് കഴിഞ്ഞ 10 വർഷമായി അവിടം ഭരിക്കുന്ന നിതീഷ് കുമാറിൻ്റെ സർക്കാർ എന്ത് തരത്തിലുള്ള സംരക്ഷണമാണ് ദലിത് വിഭാഗങ്ങൾക്കും അതുപോലെ തന്നെ മറ്റു പിന്നോക്ക വിഭാഗങ്ങൾക്കുമൊക്കെ നൽകുന്നത് എന്ന വളരെ ശരിയായ ചോദ്യം ഉയർത്തുന്നുണ്ട് ഈ സംഭവം. മുസഫർപൂരിൽ 2-3 ദിവസം മുമ്പാണ് ഈ സംഭവം ഉണ്ടായത്. മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന പെൺകുട്ടിയെ മിഠായി കൊടുത്ത് വശത്താക്കി ഒരാൾ കൊണ്ടുപോയി റേപ്പ് ചെയ്യുക മാത്രമല്ല വളരെ ക്രൂരമായ രീതിയിൽ പരിക്കേൽപ്പിക്കുകയും ഒരു കുഴിയിൽ ഉപേക്ഷിക്കുകയും ചെയ്യുകയായിരുന്നു. കഴുത്ത് മുറിച്ച ശേഷം എന്നതാണ്, കൊല്ലുക എന്ന ഉദ്ദേശത്തോടെ തന്നെ. ഈ കുട്ടിയെ കാണാതായപ്പോൾ അമ്മ അന്വേഷിച്ച് ചെന്ന് ഒടുവിൽ നാട്ടുകാരുടെ സഹായത്തോടെ കണ്ടെത്തുകയായിരുന്നു. പക്ഷേ അതിലും വലിയ ദുരന്തം സംഭവിക്കുന്നത് പിന്നീടാണ്. ഈ കുട്ടിയെയും കൊണ്ട് ഒരു ആശുപത്രിയിൽ എത്തുന്നു. മുസഫർപൂരിലെ തന്നെ ഒരു ആശുപത്രിയിലേക്ക് അവരെത്തുന്നു. അപ്പോൾ അവിടെ ഡോക്ടർമാർ പരിശോധിച്ചപ്പോൾ ഇത് അവരുടെ കയ്യിൽ നിൽക്കുന്നതല്ല എന്ന തോന്നലുണ്ടാകുന്നു. ഉടൻ തന്നെ IIMS പട്നയിലേക്ക് റെഫർ ചെയ്യുന്നു, അങ്ങോട്ട് കൊണ്ടുപോകുന്നു. തലസ്ഥാനമായ പട്നയിലെ വളരെ പ്രശസ്തമായ സ്ഥാപനമാണ്, ആരോഗ്യ രംഗത്തെ വളരെ പ്രശസ്തമായ സ്ഥാപനമാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്. അതിപ്പോൾ പുനെയിൽ മാത്രമല്ല, നമ്മുടെ ഡൽഹിയിലുമൊക്കെ തന്നെ IIMS എന്ന് പറയുന്നത് വളരെ ഉന്നതമായ ഗവേഷണങ്ങളൊക്കെ നടക്കുന്ന വലിയ സ്ഥാപനമാണ്. അതൊരു നമ്മുടെ സ്വന്തം സ്ഥാപനമാണ്, നമ്മുടെ അഭിമാന സ്തംഭമാണ് എന്നൊക്കെ നമ്മൾ പറയും. എന്തായാലും ഈ പട്നയിലെ IIMSൽ എത്തിയപ്പോൾ കണ്ട കാഴ്ച, അവിടെ ആ കുട്ടിയെ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിക്കാതെ 5 മണിക്കൂർ ഈ വാഹനത്തിൽ തന്നെ കിടത്തി എന്നാണ്. അതായത് അവിടെ ചികിത്സിക്കാൻ ആവശ്യമായ ഡോക്ടർ ഇല്ല എന്നാണ് പറയുന്നത്, അതിനുള്ള സൗകര്യമില്ല എന്നാണ് പറയുന്നത്. ഇത്തരത്തിലുള്ള വളരെ ദയനീയമായ വിശദീകരണങ്ങൾ നൽകിക്കൊണ്ട് ഈ കുട്ടിക്ക് ചികിത്സ നൽകുന്നത് 5 മണിക്കൂർ വൈകിപ്പിച്ചു. അതോടെ കുട്ടി മരിക്കുകയായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. അപ്പോൾ ആലോചിച്ചു നോക്കണം, ബീഹാർ എന്ന സംസ്ഥാനം ഏറ്റവും അധികം ഇപ്പോൾ ലാലു പ്രസാദ് യാദവിൻ്റെ RJD ഭരിക്കുന്ന കാലത്ത് അതിനെ നിതീഷ് കുമാറും അതുപോലെ തന്നെ BJPയും ഒക്കെ വിശേഷിപ്പിച്ചിരുന്നത് ജംഗിൾ രാജ് എന്നായിരുന്നു. അതായത് ലോ ആൻഡ് ഓർഡർ ഒരു തരത്തിലും, ക്രമസമാധാനം ഒരു തരത്തിലും വാഴാത്ത അങ്ങേയറ്റം ഗുണ്ടാരാജായി നിൽക്കുന്ന ഒരു സംസ്ഥാനം എന്ന നിലയിൽ ലാലു പ്രസാദ് യാദവിൻ്റെ ഭരണകാലത്തെ അങ്ങേയറ്റം കുറ്റപ്പെടുത്താൻ ഉപയോഗിച്ചിരുന്ന വാക്കായിരുന്നു ജംഗിൾ രാജ് എന്നത്. എന്നാലോ 10 വർഷത്തിലധികമായി നിതീഷ് കുമാർ ഭരിക്കുന്ന ബീഹാറിൻ്റെ മാറ്റം എന്താണ്? ആ ജംഗിൾ രാജ് തുടരുന്നുണ്ടോ ഇല്ലയോ? ഇതുപോലെ പ്രാകൃതമായ ആക്രമണങ്ങൾ ദലിതുകൾക്ക് നേരെ നടക്കുകയും അത് ആരോഗ്യ സംവിധാനത്തിലെത്തുമ്പോൾ, പൊതു ആരോഗ്യ സംവിധാനത്തിലെത്തുമ്പോൾ ആ കുട്ടിയെ രക്ഷിക്കാനുള്ള ഒരു മനസ്സാക്ഷി ഇല്ലാതെ പോവുകയും ചെയ്യുന്നത് ജംഗിൾ രാജ് എന്ന് മാത്രം വിശേഷിപ്പിച്ചാൽ മതിയോ എന്ന ചോദ്യമാണ് ഉയർത്തുന്നത്. കോൺഗ്രസും അതുപോലെ തന്നെ RJDയും ഇതിനെതിരെ രംഗത്തെത്തിയിട്ടുണ്ട്. വലിയ പ്രക്ഷോഭങ്ങൾ അവർ ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ പ്രശ്നം, ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ്, ഈ വർഷം അവസാനത്തോടെയാണ് തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നത് ബീഹാറിൽ. ഈ തെരഞ്ഞെടുപ്പിൽ ഏത് തരത്തിലാണ് ദലിതുകളും അതുപോലെ തന്നെ മറ്റു പിന്നോക്ക വിഭാഗങ്ങളുമൊക്കെ പ്രതികരിക്കുക എന്നതാണ്. കാരണം ഇവരെ എല്ലാം തന്നെ ഒരു പ്രത്യേക നിലയിൽ കൈകാര്യം ചെയ്യാനും അല്ലെങ്കിൽ അവരെ വോട്ട് ബാങ്കുകളാക്കി മാറ്റാനും കഴിയുന്ന ശക്തികളാണ് നിതീഷ് കുമാറിൻ്റെ കൂടെയുള്ളത് എന്നാണ്. ഇന്ന് തന്നെ വന്ന മറ്റൊരു വാർത്ത ശ്രദ്ധിച്ചാൽ നമുക്കത് മനസ്സിലാവും. അതായത് പഴയ രാംവിലാസ് പാസ്വാൻ്റെ മകൻ ചിരാഗ് പാസ്വാനാണ് ഇപ്പോൾ അവിടെ LJPയുടെ നേതാവ്, രാംവിലാസ് പാസ്വാൻ വിഭാഗത്തിൻ്റെ നേതാവ്. ഈ NDAയുടെ ഭാഗമാണ്. നിതീഷ് കുമാർ നേതൃത്വം നൽകുന്ന നിതീഷ് കുമാറിൻ്റെ JDUവും അതുപോലെ തന്നെ BJPയും ഒക്കെ ഉൾപ്പെട്ട
മുന്നണിയുടെ ഭാഗമാണ് ചിരാഗ് പാസ്വാൻ. ചിരാഗ് പാസ്വാനെ കുറിച്ചുള്ള ഇന്ന് വന്നിരിക്കുന്ന വാർത്ത, അദ്ദേഹം സംവരണ സീറ്റിൽ നിന്ന് മാറി ജനറൽ സീറ്റിൽ മത്സരിക്കാൻ പോകുന്നു എന്നാണ്. കാരണം എന്താണ്? ജനറൽ സീറ്റിൽ മത്സരിച്ച് ബീഹാറിൻ്റെ ആകെ പ്രതിനിധിയായി തനിക്ക് മാറണം. ഒരു വിഭാഗത്തിൻ്റെ മാത്രം പ്രതിനിധി എന്ന നിലയിലല്ല തൻ്റെ രാഷ്ട്രീയ വ്യക്തിത്വം ഇനി നിലനിൽക്കേണ്ടത് എന്ന് ചിരാഗ് പാസ്വാന് തോന്നിയെന്നാണ്. അതായത് മുഖ്യമന്ത്രി കസേരയിലേക്കുള്ള മത്സരത്തിൽ ഒരുപക്ഷെ ഒരു സമയത്ത് താനും ഒരു സ്ഥാനാർത്ഥിയാണ് എന്ന് വരുത്താൻ വേണ്ടി ചിരാഗ് പാസ്വാൻ ഇപ്പോഴേ നീങ്ങുന്നു എന്നാണ്. അതായത് ഇതിൻ്റെ അർത്ഥം അവിടെ ബഹുഭൂരിപക്ഷം വരുന്ന പിന്നാക്ക വിഭാഗങ്ങളോ അല്ലെങ്കിൽ ദളിതുകളോ അവർ നേരിടുന്ന പ്രശ്നങ്ങളോ ഒന്നുമല്ല ബീഹാറിലെ ഈ രാഷ്ട്രീയ പാർട്ടികളെ നയിക്കുന്നത് എന്ന്. അതായത് അവർക്ക് രാഷ്ട്രീയ അധികാരം വേണം. അതിനുള്ള തുറുപ്പ് ഷീട്ടുകളായി ഈ ജനവിഭാഗങ്ങളെ മാറ്റുകയാണ്, ഈ സമുദായങ്ങളെ മാറ്റുകയാണ്. സാമൂഹിക നീതി എന്ന മുദ്രാവാക്യം അതിനുവേണ്ടി ദുരുപയോഗപ്പെടുത്തുകയാണ് എന്ന് വേണം കരുതാൻ. അപ്പോൾ ഇതൊരു സാഹചര്യമാണ്, ഇന്ത്യൻ സാഹചര്യത്തിൻ്റെ വളരെ വളരെ ഒരു പരിച്ഛേദമാണ് ബീഹാറിൽ ഈ നിലയ്ക്ക് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരു ദലിത് പെൺകുട്ടി, ഒരു ദലിത് ആയിട്ടുള്ള പ്രായപൂർത്തിയെത്താത്ത 9 വയസ്സോ 11 വയസ്സോ മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിക്ക് നേരിടേണ്ടി വന്ന ഈ അസാധാരണമായ ദുരന്തം അത് അവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ മനസാക്ഷിയെ ഞെട്ടിക്കുമെങ്കിൽ കൊള്ളാം. ഇല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നിഷ്ഠുരത ഈ സമൂഹങ്ങൾക്കെതിരെ, ഈ സമുദായങ്ങൾക്കെതിരെ അവിടെ തുടർന്നുകൊണ്ടിരിക്കുക തന്നെ ചെയ്യും എന്നാണ് നാം പേടിക്കേണ്ടത്.